നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മാർത്തോമ സഭയുടെ വിവിധ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സമർപ്പിത ശുശ്രൂഷ നിർവഹിക്കുന്ന സഭാ അംഗങ്ങൾക്ക് നൽകുന്ന മാനവ സേവാ അവാർഡ് പ്രമുഖ ബിസിനസ് സംരംഭകൻ അജിത് ഐസക്കിന് ലഭിച്ചു. മാരാമൺ മാർത്തോമ ഇടവക അംഗം ഷൈജി ജേക്കബ് തോമസിനാണ് കർഷക അവാർഡ്. സ്ഥാപനങ്ങൾക്കുള്ള ഹരിത അവാർഡ് ചരൽക്കുന്ന് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ സെന്ററും ഇടവകകൾക്കുള്ള ഹരിത അവാർഡ് പന്തളം മാർത്തോമ ഇടവകയും പങ്കിട്ടു. മികച്ച സെമിത്തേരി സംരക്ഷണത്തിന് കുറത്തിക്കാട് ജെറുസലേം മാർത്തോമ ഇടവകയ്ക്ക് 1ാം സ്ഥാനവും പനവേലി ബഥേൽ മാർത്തോമ ഇടവകയ്ക്ക് 2ാം സ്ഥാനവും ലഭിച്ചു. മികച്ച ഗ്രന്ഥരചയിതാക്കളായ വൈദികർക്ക് നൽകുന്ന മാളിയേക്കൽ റവറൻ MC ജോർജ് അവാർഡ് റവറൻ ഡോക്ടർ എബ്രഹാം ഫിലിപ്പിന്റെ ജീസസ് ട്രഡിഷൻ ആൻഡ് ജോഹനൈൻ റൈറ്റിംഗ്സ് എന്ന പുസ്തകത്തിനും വട്ടക്കോട്ടാൽ റവറൻ മാത്യു തോമസ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് പ്രൈസ് റവറൻ ജോസഫ് വർഗീസിന്റെ സ്നേഹധാര, റവറൻ ആൻസൺ തോമസിന്റെ ജീവിതവും ഇടർമ്മകളും എന്നീ കൃതികൾക്കും ലഭിച്ചു. സഭയുടെ ആദ്യ സ്പോർട്സ് അവാർഡിന് റായ്പൂർ മാർത്തോമ ഇടവക അംഗം റീബ ബെന്നി അർഹയായി. മികച്ച രീതിയിൽ സെമിത്തേരികൾ സംരക്ഷിച്ചും വർണ്ണാഭമാക്കിയും കുറത്തിക്കാട് യെരുശലേം മാർത്തോമ ഇടവകയും പനവേലി ബഥേൽ മാർത്തോമ ഇടവകയും ശ്രദ്ധേയരായി. വ്യവസായ സംരംഭങ്ങളിലൂടെ സാമൂഹ്യ സേവന മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനമാണ് അജിത് ഐസക്കിനെ മാനവ സേവാ അവാർഡിന് അർഹനാക്കിയത്. ഇന്ത്യൻ ബിസിനസ് സർവീസ് പ്രൊവൈഡേഴ്സിൽ സമുന്നത സ്ഥാനമുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ക്വെസ്റ്റ് കോർപ്പ് എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ബാംഗ്ലൂർ സെയിന്റ് സ്റ്റീഫൻസ് മാർത്തോമ ഇടവകാംഗമായ അജിത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, ഉപജീവനം എന്നിവയ്ക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കി അവരുടെ സമഗ്ര വികസനത്തിനായി പദ്ധതി നടപ്പാക്കുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. മാർത്തോമ സഭയുടെ വിദ്യാഭ്യാസ ഭവന പദ്ധതികളിലും അദ്ദേഹത്തിന്റെ പങ്കാളിത്തമുണ്ടായി. മാരാമൺ മാർത്തോമ ഇടവകയിൽ കളത്രയിൽ 60-കാരനായ ഷൈജി ജേക്കബ് തോമസ് കാർഷിക മേഖലയിൽ നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹനാക്കിയത്. വിദേശവാസത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ ഷൈജി സ്വന്തമായുള്ള 2.5 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്ത് പൊന്നുവിളയിക്കുകയായിരുന്നു. കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, വാഴ തുടങ്ങിയ കൃഷിയിലൂടെ മികച്ച വരുമാനം ലഭിക്കുന്നു. പള്ളിയും പരിസരവും പരിസ്ഥിതി സൗഹാർദ്ദമായി സൂക്ഷിച്ചതിനും ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കും പന്തളം മാർത്തോമ ഇടവകയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് ഹരിത അവാർഡ്. സ്മൃതി ഗാർഡൻ, തണൽക്കൂട്ടം, സീഡ് ബാങ്ക്, മാതൃകാ കൃഷിത്തോട്ടം, ഫലവൃക്ഷങ്ങൾ, വിഷരഹിത ഭക്ഷണം, ക്ലീൻ പാരിഷ് തുടങ്ങിയ വ്യത്യസ്തമാർന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ് ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ ക്യാമ്പ് സെന്ററായ ചരൽക്കുന്നിന്റെ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷമാണ് സ്ഥാപന പട്ടികയിൽ ഹരിത അവാർഡ് നേടിക്കൊടുത്തത്. ഫെൻസിംഗിലൂടെ ഇന്ത്യയുടെ കായിക രംഗത്ത് നേടിയ നേട്ടങ്ങളാണ് റായ്പൂർ മാർത്തോമ ഇടവക അംഗം റീബ ബെന്നിയെ വ്യത്യസ്തയാക്കുന്നത്. ന്യൂസിലൻഡിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ റീബയ്ക്ക് വെള്ളി മെഡൽ ലഭ്യമായിരുന്നു. വിവിധ മത്സരങ്ങളിൽ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മലങ്കര മാർത്തോമ സുറിയാനി സഭ പ്രതിനിധി മണ്ഡലത്തിന്റെ വാർഷിക സമ്മേളനം സെപ്റ്റംബർ 17 മുതൽ 20 വരെ തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ ചേരും. 17 രാവിലെ 8 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 ആരംഭിക്കുന്ന പ്രതിനിധി മണ്ഡല യോഗത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരിക്കും. അടൂർ ഭദ്രാസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ധ്യാന പ്രസംഗം നടത്തും. സഭാ ഭരണഘടനാ ഭേദഗതികൾക്കായുള്ള സ്പെഷ്യൽ മണ്ഡലവും തുടർന്നുള്ള ദിവസങ്ങളിൽ ചേരും. സഭയുടെ മാനവസേവാ അവാർഡ് ഉൾപ്പെടെ വിവിധ അവാർഡുകളും പുരസ്കാരങ്ങളും സമ്മേളനത്തിൽ സമ്മാനിക്കും. സമ്മേളന ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ അറിയിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം സെപ്റ്റംബർ 21 തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ ചേരും. രാവിലെ 9:30 ആരംഭിക്കുന്ന യോഗത്തിൽ സംഘ പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. രാവിലെ 9:30 മുതൽ 10:30 വരെ മിഷണറി യോഗം ചേരും. 10:45 കാര്യാലോചന യോഗം ആരംഭിക്കും. മാനേജിംഗ് കമ്മിറ്റിയിൽ ഒഴിവ് വരുന്ന 8 അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ഉണ്ടാകും.
ആദിവാസി പെൺകുട്ടികളുടെ ജീവിത വഴികളെ പ്രകാശനമാക്കുന്ന ബത്തേരിയിലെ ജീവൻ ജ്യോതി ഗേൾസ് കെയർ സെന്ററിലെ കുട്ടികൾക്ക് ഹൃദയാനുഭവമൊരുക്കി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ സെന്റർ സന്ദർശനം. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പയോടൊപ്പം സെന്ററിലെത്തിയ മെത്രാപ്പോലീത്ത ഏറെ നേരം കുട്ടികളോടൊപ്പം ചിലവിട്ടു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പങ്കിട്ട സ്നേഹാനുഭവങ്ങളും മെത്രാപ്പോലീത്തയുടെ പ്രബോധനവും സന്ദർശനം ഊഷ്മളമാക്കി. ബൈബിൾ സൊസൈറ്റി ഓഫ് കേരള ഓക്സിലറി നൽകിയ ഓരോ ബൈബിളും മെത്രാപ്പോലീത്ത കുട്ടികൾക്ക് സമ്മാനിച്ചു. മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജീവൻ കെയറിൽ 30 ആദിവാസി പെൺകുട്ടികളാണ് താമസിച്ച് വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നത്. 21 കുട്ടികൾ ബത്തേരി AUPSലും ബാക്കി കുട്ടികൾ ചുള്ളിയോട് സെയിന്റ് തോമസ് സ്കൂളിലും അധ്യയനം നടത്തുന്നു. 2004 സെന്റർ ആരംഭിച്ചത്. കുട്ടികൾക്ക് നൃത്തത്തിലും മറ്റ് കലകളിലും പരിശീലനം നൽകുന്നുണ്ട്. കൂടാതെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നു. സുൽത്താൻ ബത്തേരി യെരുശലേം മാർത്തോമ ഇടവകയിലെ ആരാധനയിലും സൺഡേ സ്കൂളിലും കുട്ടികൾ പങ്കെടുക്കുന്നു. മുസ്ലിം സംഘടനയായ MES വയനാട്ടിൽ ഒരുക്കിയ സമ്മേളനത്തിലും മെത്രാപ്പോലീത്ത പങ്കെടുത്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള ഓട്ടോറിക്ഷ സമർപ്പണവും മെത്രാപ്പോലീത്ത നിർവഹിച്ചു. പങ്കാളികളായും പ്രത്യേക ഗാനങ്ങൾ ആലപിച്ചും സേവികാ സംഘദിനം ആചരിച്ചു. സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ എന്നതായിരുന്നു ചിന്താവിഷയം. പ്രത്യേക ആരാധനാക്രമം ഉപയോഗിച്ചുള്ള ശുശ്രൂഷ ഒരുക്കുകയും സ്ത്രീകൾ കൂടുതലായി ആരാധനയിൽ സഹകരിക്കുകയും വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. സംഘദിനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പാട്ട് സംഘം ശാഖ ഗായക സംഘങ്ങൾ ആരാധനാ മധ്യേ ആലപിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയ്ക്ക് കൈത്താങ്ങുമായി മലങ്കര മാർത്തോമ സുറിയാനി സഭ മൊബൈൽ മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ചുങ്കത്തറ മാർത്തോമ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം വടവഞ്ചാൽ മാർത്തോമ ക്യാമ്പ് സെന്ററിൽ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. വയനാട് ദുരന്ത മേഖലകളിൽ മൊബൈൽ മെഡിക്കൽ കൌൺസിലിംഗ് സഹായം തുടങ്ങിയവ എല്ലാ ആഴ്ചകളിലും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടനത്തെ തുടർന്ന് ഡോക്ടർ അടങ്ങിയ മെഡിക്കൽ സംഘം 2 യൂണിറ്റുകളായി ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കി. MLAമാരായ T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ ക്യാമ്പ് സന്ദർശിക്കുകയും ആശംസകളും പിന്തുണയും അറിയിക്കുകയും ചെയ്തു. ഭദ്രാസന സെക്രട്ടറി റവറന്റ് സജു B. ജോൺ, ഭദ്രാസന ട്രസ്റ്റി ജിമോൻ മണലിക്കാലായിൽ, സഭാ കൌൺസിൽ അംഗം ഷെൻ P. തോമസ്, റവറന്റ് ജിനു ഈപ്പൻ കുര്യൻ, റവറന്റ് ലിജു അലക്സ്, റവറന്റ് സുജിൻ വർഗീസ്, റവറന്റ് ജോൺ എന്നിവർ പങ്കെടുത്തു. ദുരന്ത മേഖലകളിൽ കഴിയുന്നവർക്ക് വൈദ്യസഹായം, കൌൺസിലിംഗ്, വിദ്യാഭ്യാസ സഹായം എന്നിവ നൽകുമെന്ന് വയനാട് സന്ദർശനത്തിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ജില്ലാ കളക്ടറെയും MLAയും അറിയിച്ചിരുന്നു. എൻ്റെ പേര് പത്രത്തിലൊക്കെ എഴുതി വരുമ്പോൾ എൻ്റെ അമ്മയോട് ആളുകൾ പറയും, ഇന്ന് ബർന്നബാസ് സിനിമയുടെ പേര് പത്രത്തിൽ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ഒരു പാട്ട് പാടും. കാശിനു പോലുമേ ദാസർക്കില്ലേ വില. എപ്പോഴും ഞാൻ അങ്ങനെ ഓർക്കും. അമ്മ എപ്പോഴും വളരെ സന്തോഷത്തോടുകൂടെ തൃപ്തിയോടുകൂടെ ദൈവത്തിന് നന്ദി പറയും. ഞാനിപ്പോഴും എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിലൊക്കെ കൂട്ടിയ ഒരു വലിയ നിയോഗവും സന്തോഷവും പ്രോത്സാഹനവും ഒക്കെയാണ് എനിക്ക് എന്നൊരു വൈദികനാകാനായിട്ട് സാധിച്ചത്. 75ാം ജന്മദിനത്തിൽ സ്തോത്ര ശുശ്രൂഷ ഒരുക്കി റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത. രാവിലെ റാന്നി മന്ദമരുത്തി ബഥേൽ മാർത്തോമ പള്ളിയിൽ സഫ്രഗൻ മെത്രാപ്പോലീത്ത വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. 75ാം ജന്മദിനത്തിന്റെ ഭാഗമായി 75 ആദിവാസി കുടുംബങ്ങൾക്ക് ഷെൽട്ടർ ഹോം നിർമ്മിച്ചു നൽകുന്ന കനവ് പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. പേര് പോലെ എല്ലാവരെയും ചൈതന്യവത്താക്കുന്ന ഇടയനാണ് ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരുമേനിയെ ആദ്യം കണ്ടപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്കാണ് ഞാൻ നോക്കിയത്. ആ കണ്ണുകളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ഒരു പ്രത്യേകമായൊരു ഗ്രേസ് ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തി.
അതൊരു പ്രത്യേകമായ തേജസ്സാണ്, ദൈവികമായ ഒരു സാന്നിധ്യമാണ് എന്നാണ് ഞാനത് ഇപ്പോഴും കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ സൗമ്യമായ സംസാരവും അറിവിൻ്റെ ഔന്നത്യവും അദ്ദേഹത്തിൻ്റെ കൂടുതൽ ലാളിത്യത്തിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരുന്നു. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വികാരി ജനറൽ വെരി റെവറൻഡ് ജോർജ് മാത്യു, ആന്റോ ആന്റണി MP, പ്രമോദ് നാരായൺ MLA, രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ കോമാട്ട്, ഇടവക വികാരി റെവറൻ അജി തോമസ്, മാത്യൂസ് ജോർജ് ചുനക്കര, ഭദ്രാസന ട്രഷറർ അനു ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. സഭാ ആസ്ഥാനത്ത് ഓണം സൗഹൃദ സദസ്സൊരുക്കി മാർത്തോമ സഭ ഓഫീസ് സ്റ്റാഫ് അസോസിയേഷൻ. സീനിയർ വികാരി ജനറൽ വെരി റെവറൻ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റെവറൻ ഡേവിഡ് ഡാനിയൽ, മെട്രോപൊളിറ്റൻ സെക്രട്ടറി റെവറൻ കെ ഗീവർഗീസ്, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റെവറൻ എബി കെ ജോഷുവ, യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റെവറൻ ബിനോയ് ഡാനിയൽ, സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റെവറൻ സജേഷ് മാത്യു, അസോസിയേഷൻ ഭാരവാഹികളായ ജോർജ് കെ വർഗീസ്, ജിസൻ M ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ സംഘടിപ്പിച്ച റെവറൻ A. പൈലി സ്മാരക പ്രഭാഷണം മഹാത്മാഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി നിർവഹിച്ചു. 21ാം നൂറ്റാണ്ടിലെ മാറുന്ന ഇന്ത്യ എന്നതായിരുന്നു വിഷയം. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ ജനാധിപത്യ ഇന്ത്യക്ക് നിരക്കുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത അന്തരവും അസമത്വവും നിലനിൽക്കുകയാണ്. പൊതുസ്വത്ത് ചുരുക്കം ചില ആളുകളിൽ കേന്ദ്രീകരിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യവും സാമ്പത്തിക സമത്വവും സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റെവറൻ എബി കെ ജോഷുവ അധ്യക്ഷനായിരുന്നു. എൽദോസ് കുന്നപ്പള്ളി MLA, ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ്, പ്രിൻസിപ്പൽ ഷെറൻ T. എബ്രഹാം, റെവറൻ CA വർഗീസ്, ഡോക്ടർ ഫിലിപ്പ് ചെറിയാൻ, കോളേജ് ട്രഷറർ PK കുരുവിള, ഡോക്ടർ ബിബിൻ കുര്യാക്കോസ്, ഡോക്ടർ V. വിനോദ്, അജിത് ഐസക് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.